നമുക്ക് ഇന്നത്തെ ന്യൂസ് മോർണിംഗ് ലോകകപ്പ് ഫുട്ബോളിലെ ബ്രസീലിന്റെ ആദ്യ മത്സരം എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ച് തന്നെ തുടങ്ങാം. എന്തായാലും ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിനെ സമനിലയിൽ കുരുക്കിയിരിക്കുകയാണ് മൊറോക്കോ. ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി. മൊറോക്കോയ്ക്കായി ഇസ്മായിൽ സൈബാരിയും ബ്രസീലിനായി വിനീഷ്യസ് ജൂനിയറുമാണ് ഗോൾ നേടിയത്. വിവരങ്ങളുമായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്നും മഹേഷ് പോലൂർ ചേരുകയാണ്. മഹേഷ്, ഇന്ന് ബ്രസീലിന്റെ ആദ്യ മത്സരമായിരുന്നു. ജയത്തോടി തുടങ്ങാൻ തന്നെയായിരുന്നു ബ്രസീൽ ഒരുങ്ങിയത്. പക്ഷേ സമനില കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുന്നു. സാരമില്ല, നമുക്കിനി ഒരുപാട് മത്സരങ്ങൾ അവശേഷിക്കുന്നു. സമനില കൊണ്ട് എങ്ങനെയാണ് ആരാധകർ അതിൽ വലിയ നിരാശയിലാണോ? എങ്ങനെ ഇന്നത്തെ മത്സരത്തെ വിലയിരുത്താം നമുക്ക്? ആരാധകർ നിരാശയിലാണോ എന്ന് ചോദിച്ചാൽ ആരാധകർക്ക് തൃപ്തിയില്ല എന്ന് പറയാം. പക്ഷേ പരാജയപ്പെട്ടില്ല എന്നുള്ളൊരു ആശ്വാസം ബ്രസീലിയൻ ആരാധകരുടെ മുഖത്ത് കാണാം. കാരണം മൊറോക്കോയാണ് യഥാർത്ഥത്തിൽ ഈ മത്സരത്തിലുടനീളം അവരുടെ തനതായ ശൈലിയിൽ കളിച്ചത്. ബ്രസീൽ താളം കണ്ടെത്താതെ പോയി എന്നുള്ളതാണ്. നെയ്മർ ജൂനിയറിൻ്റെ അഭാവം ബ്രസീലിയൻ നിരക്ക് വല്ലാതെ അവരെ കുഴക്കിയിരുന്നു എന്ന് ഈ മത്സരം ഉടനീളം വീക്ഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. പ്രതീക്ഷിച്ച മുന്നേറ്റങ്ങൾ ബ്രസീലിയൻ താരങ്ങളിൽ നിന്നുണ്ടായില്ല. മാത്രമല്ല മൊറോക്കോ അവരുടെ തനത് ശൈലിയിൽ പ്രതിരോധിക്കുക, തിരിച്ച് കടന്നാക്രമിക്കുക എന്നുള്ള അവരുടെ തനത് ശൈലി അതേപോലെ തന്നെ ഈ ഗ്രൗണ്ടിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ഈ മത്സരത്തിൻ്റെ തുടക്കം നമുക്കൊന്ന് പറയണം. ആദ്യത്തെ ഒരു 10-14 മിനിറ്റ് നേരം പന്ത് കിട്ടാൻ പോലും ബ്രസീലിൻ്റെ താരങ്ങൾ വിഷമിച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് ഏതാണ്ട് ഒരു 70-75% പന്തും കൈയടക്കി വെച്ചിരുന്നത് മൊറോക്കൻ താരങ്ങളായിരുന്നു. 14-ാം മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയർ പന്ത് ഉയർത്തി നൽകി ഈഗർ തിയാഗോയ്ക്ക് ഒരു നേരിയ ചാൻസ് കിട്ടിയതാണ്. ബ്രസീലിൻ്റെ ആദ്യ ചാൻസ് എന്ന് പറയുന്നതാണ്. പക്ഷേ 21-ാം മിനിറ്റിലാണ് ഈ മത്സരത്തിൽ ഒരു മനോഹരമായ നിമിഷം മൊറോക്കോയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. മൊറോക്കോയുടെ ആദ്യ ഗോൾ പിറന്നത് 21-ാം മിനിറ്റിലാണ്. അവിടെ ബ്രാഹിം ഡയസ് ഉയർത്തി നൽകിയ പന്ത് ഇസ്മായിൽ സബരി അദ്ദേഹം അത് കാലിൽ എടുത്ത ശേഷം മുന്നോട്ടേക്ക് ആഞ്ഞു വന്ന് നേരെ ഗോൾ കീപ്പർ അലീസൺ ബെക്കറിൻ്റെ തലയ്ക്ക് മുകളിലൂടെ ചെത്തിയിട്ടു. സ്കൂപ്പ് ചെയ്തിടുക എന്നൊക്കെ പറയില്ലേ, ചെത്തിയിട്ട് നേരെ പോസ്റ്റിലേക്ക് ഗോളാക്കി മാറ്റുകയായിരുന്നു. മനോഹരമായ നിമിഷം. പക്ഷെ പിന്നീട് ആ ഒരു മൊമെന്റിന് ശേഷമാണ് ബ്രസീൽ ഒന്നുകൂടി ഉണർന്ന് കളിച്ചത്. ബ്രസീൽ 31-ാം മിനിറ്റിൽ ബ്രസീലിൻ്റെ ഒരു തിരിച്ചടി നമ്മൾ കണ്ടു. വിനീഷ്യസ് ജൂനിയർ ഒരു പക്ഷേ മത്സരത്തിൻ്റെ ഗതിക്കനുസരിച്ച് വീണ ഗോൾ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ഒരൊറ്റയാൾ മുന്നേറ്റം. ബ്രൂണോ ഗിമേറസ് ആ പന്ത് നേരെ വിനീഷ്യസിന് കൊടുക്കുമ്പോൾ ഇടത് വിങ്ങിൽ നിന്ന് ഒരു ചാട്ടുളി പോലെ പാഞ്ഞ് നേരെ മുന്നോട്ടേക്ക് ആഞ്ഞു വന്ന് ആ പന്ത് നിൽക്കുകയാണ്. ഒരു പക്ഷേ മൊറോക്കൻ പ്രതിരോധം പാളിപ്പോയ ഈ മത്സരത്തിലുടനീളം നോക്കുമ്പോൾ മൊറോക്കൻ പ്രതിരോധം പാളിപ്പോയ അപൂർവ അവസരങ്ങളിൽ ഒന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും അഷ്റഫ് ഹക്കീമി അവിടെ ആ പരിസരത്ത് കണ്ടില്ല. എന്തായാലും വിനീഷ്യസ് പന്തുമായി കുതിച്ച് നേരെ ബോക്സിലേക്ക് ഒരു ഉഗ്രൻ ഷോട്ട് ഉതിർത്തു. ഗോൾ കീപ്പർക്ക് കാഴ്ചക്കാരനായി നിൽക്കാനേ സാധിച്ചു. 31-ാം മിനിറ്റിൽ അങ്ങനെ ബ്രസീലിൻ്റെ മറുപടി ഗോൾ വന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് രണ്ട് ടീമുകൾക്കും അവസരം നേരിയ തോതിലുള്ള അവസരങ്ങൾ മാത്രമാണ് കിട്ടിയത്. മൊറോക്കോ കുറെ കൂടി പ്രതിരോധത്തിലൂന്നി കളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. 45-ാം മിനിറ്റിൽ ലൂക്കാസ് പക്വേറ്റയ്ക്ക് ഒരു സെമി ബൈസിക്കിൾ കിക്ക് എന്നൊക്കെ പറയാവുന്ന ഒരു ഷോട്ട് ഒരു പക്ഷേ ബ്രസീലിൻ്റെ മത്സരത്തിൽ അവശേഷിപ്പിക്കുന്ന ചില അപൂർവ മികച്ച നിമിഷങ്ങളിലൊന്ന് അതാണ്. ഒരു ഗോളിന് ശ്രമിച്ചിരുന്നു, പക്ഷേ അതും പരാജയപ്പെട്ടു. രണ്ടാമത്തെ പകുതിയിൽ പക്ഷേ ബ്രസീൽ തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പഴയ ബ്രസീൽ എവിടെയെന്ന് ചോദിച്ചാൽ രണ്ടാം പകുതിയിലേക്ക് നമുക്കൊന്ന് നോക്കാം. പക്ഷേ പൂർണ്ണ തോതിൽ വന്നില്ല. കാരണം വലത് വിങ്ങിൽ റഫീനയ്ക്ക് മികച്ച അവസരങ്ങൾ കിട്ടിയില്ല. രണ്ടാം പകുതിയിലാകുമ്പോൾ റഫീനെ കുറച്ചുകൂടിയൊക്കെ അഗ്രസീവായിട്ട് കളിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പൂർണ്ണ തോതിൽ അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് നമ്മൾ അവിടെ കണ്ടില്ല. ലൂക്കാസ് പക്വേറ്റ അദ്ദേഹത്തിന് രീതിയിൽ കളിച്ചെങ്കിലും ഒരു കൂട്ടായ ഒരു ശ്രമം അവിടെ ഉണ്ടായില്ല. മാത്രമല്ല ഈഗർ തിയാഗോ എന്ന് പറയുന്ന താരമാണ് ആദ്യ പകുതിയിൽ സ്ട്രൈക്കറായി ഇറങ്ങിയത്. മുന്നേറ്റ നിരയിൽ ബ്രസീലിനായി ഗോളടിക്കണം എന്ന് പറഞ്ഞ് ബ്രസീൽ കോച്ച് കാർലോ ആൻസലോട്ടി വിട്ടത്. അതും വിജയം കണ്ടില്ല എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ആകെ മൊത്തം നോക്കുന്ന സമയത്ത് ബ്രസീൽ ആരാധകർക്ക് നേരിയ നിരാശ. ചോദിച്ചോട്ടെ, ഇന്നിപ്പോൾ നെയ്മർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കളി മുക്തം മാറുമായിരുന്നു? ഈ ഒരു മത്സരത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിന്റെ താരനിര സമ്പന്നമായൊരു താരനിരയാണ്. പക്ഷേ അതിനിടയിൽ നെയ്മർ എന്നുള്ള കളിക്കാരനെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചടുലമായ നീക്കങ്ങൾ, ഫുട്ബോൾ മൈതാനത്ത് അദ്ദേഹം കാണിക്കുന്ന മാജിക് ഒക്കെയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ മത്സരം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നെയ്മർ വന്നിറങ്ങുമ്പോൾ ബ്രസീൽ ടീമിന് ആകെ കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജം യഥാർത്ഥത്തിൽ ഇന്ന് ഇല്ലായിരുന്നു. അതിന് നെയ്മറുടെ അഭാവം വലിയ തോതിലൊരു കാര്യം. കാരണം മൊറോക്കോയുടെ പ്രതിരോധ നിര കീറി മുറിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ വിനീഷ്യസ് ജൂനിയറുടെ നീക്കങ്ങൾ അഷ്റഫ് ഹക്കീമി തടഞ്ഞാലും അതിനപ്പുറത്തേക്ക് മുന്നോട്ടേക്ക് കടന്നു പോകുന്ന സമയത്ത് തന്നെ അയൂബ് ബദൌദിയെ പോലുള്ള താരങ്ങൾ, അദ്ദേഹത്തിൻ്റെ പേര് എടുത്ത് പറയണം, ബ്രസീലിൻ്റെ നീക്കങ്ങളെ തകർത്ത താരമാണ് യഥാർത്ഥത്തിൽ അയൂബ് ബദൌദി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം താരങ്ങളെ മറികടന്ന് അല്ലെങ്കിൽ അവർക്ക് മുകളിലൂടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ സവിശേഷമായ
ഭയങ്കരമായ പന്തടക്കമുള്ള അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പ്രഭാവമുള്ള ഒരു താരത്തിൻ്റെ അനിവാര്യത ആ ഗ്രൗണ്ടിൽ ആവശ്യമായിരുന്നു. അത് യഥാർത്ഥത്തിൽ നെയ്മർ ജൂനിയറിലൂടെയായിരുന്നു ബ്രസീൽ മൊത്തം കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവം നിഴലിച്ചിരുന്നു. കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ട്. കാരണം ജയം പ്രതീക്ഷിച്ചാണ് ഇറങ്ങി. മൊറോക്കോ എത്രയോ മത്സരമായി, അതാണ് 10-29 മത്സരമായി പരാജയം അറിയാത്തൊരു ടീമാണ് മൊറോക്കോ എന്ന് പറയുന്നത്. രണ്ട് ടീമും പരാജയപ്പെട്ടില്ല, പക്ഷേ ബ്രസീൽ അവരുടെ താളത്തിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ദിവ്യ. യെസ്, എന്തായാലും നല്ല ടൈറ്റ് മത്സരം തന്നെയായിരുന്നു ഇന്നത്തേത്.